വരുന്ന ജസയിൽ നിന്നാണ്. നിങ്ങൾക്ക് ജസേനെ പറ്റി അറിയാലോ, നമ്മൾ 10 വർഷമായി ഇവിടെ ഉണ്ട്. എന്നാൽ 50 വർഷത്തിന്റെ പ്രവർത്തന പാരമ്പര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ജസേനെ പറ്റി അറിയാവുന്നതായിരിക്കുമല്ലോ. നമ്മളിവിടെ പുതിയ ഡോക്ടേഴ്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ട്. പുതിയ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ജസയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതലും പേരും ജസയിൽ വരാറുള്ളവർ. നമുക്കിപ്പോൾ റംദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും ദിവസം നോമ്പും കാര്യങ്ങളൊക്കെ എടുത്താൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മളൊരു കരുതൽ എന്ന പേരിൽ നമ്മളൊരു ഫ്രീ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് പങ്കെടുക്കാം. ഇപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ടെസ്റ്റുകൾ വരികയാണെങ്കിൽ ഫുള്ള് ടെസ്റ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് CBC ഫുള്ള് കൗണ്ട്. ഇപ്പോൾ CBC എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ അറിയണ്ടായിരിക്കും. CBC എന്ന് പറയുമ്പോൾ അതിൽ ഫുള്ള് കൗണ്ട്, ബ്ലഡിൻ്റെ അളവ്, പ്ലേറ്റ്ലെറ്റ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ഈ CBCയിൽ വിടും. അതേപോലെ തന്നെ കിഡ്നിയുടെ ഫുള്ള് ടെസ്റ്റ്, ലിവറിൻ്റെ ഫുള്ള് ടെസ്റ്റ്, ഇനിയിപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരുവിധമൊക്കെ എല്ലാവർക്കും യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ വേനൽക്കാലം കൊണ്ട് എല്ലാവർക്കും കിഡ്നിയുടെ ടെസ്റ്റ് പറയുമ്പോൾ യൂറിക് ആസിഡ്, ഈ 3 ടെസ്റ്റാണ് വരിക. പിന്നെ ഫാറ്റി ലിവർ ഉള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവറിന് മെഡിസിൻ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഡോക്ടർ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ആരോഗ്യത്തിന് എല്ലാവർക്കും ജീവിതചര്യ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു ഡയറ്റീഷ്യനും ഇന്നത്തെ മോർണിംഗ് എക്സസൈസ് അല്പം സ്പെഷ്യലായിരുന്നു. അവിടെ ഇവിടെ നിന്നിട്ടുള്ള ക്ലാപ്പിങ്. വലിയവരുടെ ഇടയിൽ 3 കുഞ്ഞുങ്ങളും ഞങ്ങളോടൊപ്പം നിന്നു. ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവരും എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ ആ ക്യൂട്ട് ശ്രമം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം, അവർക്കും അതിലേറെ സന്തോഷം. ചെറിയ മനസ്സുകൾക്ക് വലിയ പ്രചോദനം. എന്താണ് ഫീഡ്ബാക്ക് പറഞ്ഞത്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ എല്ലാം ചെയ്യാൻ കഴിഞ്ഞിരുന്നു? മോളുടെ ഫീഡ്ബാക്ക് എന്താണ്? പറയൂ. ഉണ്ടായിരുന്നു? ഇഷ്ടായോ? എങ്ങനെ എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ജിമ്മിൽ പോണ ആളാ? കരാട്ടെ അർഫലയില് പഠിക്കണേ? ഏത് മിസ്സാണ് ക്ലാസ് ടീച്ചർ?